അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. മർഹബൻ 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 യാ തുല്ലാബ് കൈഫൽ ഹാൽ സൈൻ അൻതും യാ തുല്ലാബ്. 8ാം ക്ലാസ്സുകാരെ എവിടെ നമുക്കിനി കൂടുതൽ സമയമൊന്നുമില്ല, വെറുതെ ഇരിക്കാൻ കൂടുതൽ സമയമല്ല. നമുക്ക് അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ട് വാർഷിക പരീക്ഷ അറബി എക്സാം കലക്കി അടിച്ച് പൊളിച്ച് 9ാം ക്ലാസ്സിലേക്ക് എത്തേണ്ട മക്കളാണ് നമ്മൾ. അപ്പോൾ ഓൾറെഡി ഒന്നാമത്തെ ഒരു യൂണിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 5ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ അടിപൊളിയായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ആ ഒരു ചാപ്റ്റർ വീഡിയോ നിങ്ങൾ കാണണം. അത് കണ്ട് ഫുള്ള് കണ്ടിട്ടേ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ വീഡിയോ കാണാൻ പാടുള്ളൂ. എങ്കിലേ നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ കുറച്ച് കേട്ട് അവിടെ കുറച്ച് കേട്ടാൽ എന്താവില്ല, കണക്ഷൻ ഒന്നും റെഡി ആവില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയാണ് നമ്മൾ ഇവിടെയും എന്ത് ചെയ്യുന്നത്, ഇന്ന് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, മനസ്സിലായിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ അതിലൂടെ അറിയിക്കണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ക്ലാസ് കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുള്ളൂ. ഓക്കെ, നോക്കിയാലോ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കവിതയായിരുന്നു കഴിഞ്ഞൊരു ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്റർ പറയുന്നത് ഫുൾ ഹിവാറാണ്, സംഭാഷണമാണ് അല്ലേ, കോൺവെർസേഷനാണ് പറഞ്ഞു വെക്കുന്നത്. നോക്കൂ, മഅസാഹിൽ കുവൈത്തി, ഒരു കുവൈത്തിക്കാരനായിട്ടുള്ള ഒരു യാത്രക്കാരനെ കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹം കുവൈത്തിലുള്ള ഒരു യാത്രക്കാരൻ എവിടേക്ക് വരുന്നു, ഇന്ത്യയിലേക്ക് വരുന്നു. എന്തിനു വേണ്ടിയിട്ട്, ഇന്ത്യയിലെ സാംസ്കാരികപരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പോൾ ഇന്ത്യയിലെ പല വ്യത്യസ്ത സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് കുവൈത്തിലുള്ള ഒരു അറബി എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു. ആ ഒരു സംഗതിയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? നോക്കിയാലോ, വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. കൂടുതൽ ടെൻഷനൊന്നും എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഒന്ന് ചുമ്മാ എന്ത് ചെയ്താൽ മതി, ചാപ്റ്റർ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നോക്കൂ, വസല അബ്ദുള്ള സാലിം കുവൈത്തിയുൻ. നമ്മൾ അബ്ദുള്ള സാലിം എന്നാണ് നമ്മുടെ കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ അബ്ദുള്ള സാലിം കുവൈത്തിൻ, അദ്ദേഹം ഒരു കുവൈത്തുകാരനാണ്, അതായത് ഒരു അറബിയാണ്. അദ്ദേഹം വരുന്നു മാ ആഹിലത്തിഹി, അദ്ദേഹത്തെ കുടുംബത്തിൻ്റെ കൂടെ. അപ്പോൾ അദ്ദേഹം ഒറ്റക്കല്ല, ഒരു യാത്രയൊക്കെ ആകുമ്പോൾ വിനോദത്തിനൊക്കെ വരുമ്പോൾ ഫാമിലി ആയിട്ട് വരുന്നൊരു സ്വഭാവം. അപ്പം അദ്ദേഹം ഫാമിലി ആയിട്ട് വരുന്നു. എവിടേക്ക്? ഇലാ ഡൽഹി, ഡൽഹിയിലേക്കാണ് അദ്ദേഹം വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ലിസിയാറത്തി, സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. അൽ മഹാമിൽ താരീഹ അല്ലേ. അപ്പോൾ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് സംസ്കാരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സ്മാരകങ്ങളുള്ള സ്ഥലമാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ മആലിം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മാരകം എന്നാണ് അർത്ഥം. അപ്പോൾ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് സ്മാരകങ്ങൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുവൈത്തി ആയിട്ടുള്ള ഒരു അറബി നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്നു. ജൗലാത്തിഹി റആ നശ്റത്തിൽ വിഖാലത്തിൽ ഖിദ്മാത്തിൽ സിഫരി വൽ സിയായത്തി അലാ ബർനാമിജ് സിയാൽ ഫിൽ കശ്മീർ. അപ്പോൾ അവരിങ്ങനെ നമ്മുടെ ഇന്ത്യയിലെത്തുന്നു. ഇന്ത്യയിൽ അദ്ദേഹം എത്തിയ ഉടനെ തന്നെ അദ്ദേഹം ഒരു പോസ്റ്റർ കാണുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ബ്രോഷർ കാണുകയാണ്. എന്താ കണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ യാത്രയുമായിട്ട് വിനോദസഞ്ചാരവുമായിട്ട് സഹകരിക്കുന്ന ഒരു ടീം എന്ത് ചെയ്യുന്നു, അവരുടെ ഒരു ബ്രോഷർ തയ്യാറാക്കുന്നു. അല്ല ബർനാജ് സിയാൽ ഫിൽ കാശ്മീർ. അപ്പോൾ കാശ്മീരിലേക്കുള്ളൊരു യാത്ര അല്ലെങ്കിൽ കാശ്മീരിലേക്കുള്ള ഒരു പാക്കേജ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു വിനോദസഞ്ചാര ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അവർ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ അദ്ദേഹം കാണാനിടയായി. അപ്പോൾ നമ്മളും സ്വാഭാവികമായിട്ടും നമ്മുടെ മറ്റൊരു സ്ഥലത്തേക്ക് പോയി നമുക്ക് ഒരുപാട് പാക്കേജുകൾ കാണാം. ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്നാവട്ടെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും കാശ്മീരിലേക്ക് പോകുന്ന ആളുകൾ, ഡൽഹിയിലേക്ക് പോകുന്ന ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടാണ്, പാക്കേജ് എടുത്തിട്ടാണ് പോകുന്നത്. പാക്കേജ് എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ്സുകാർക്ക് അറിയാലോ എങ്ങനെയാണ്. ഒരു 4-5 രൂപയിലൊക്കെ ഫുള്ള് ട്രാവൽ എക്സ്പെൻസ് ചിലവ്, അതുപോലെ തന്നെ റൂം, അതുപോലെ തന്നെ അവരുടെ വക ഒരു ഗൈഡ് ഉണ്ടാകും, തുടങ്ങിയിട്ടുള്ള നല്ല ഹോട്ടൽ റൂം താമസം അവർ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ആക്കിത്തരും. അപ്പോൾ ഒക്കെ അവരെ നിയന്ത്രിച്ചോളൂ, നമ്മളൊന്നും അറിയേണ്ട. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റം തന്നെ നമ്മുടെ കുവൈത്തിക്കാരനായിട്ടുള്ള അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം ഒരു പോസ്റ്റർ കാണുകയാണ്. അദ്ദേഹം നോക്കൂ, ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്, അതിൻ്റെ ഒരു പോസ്റ്ററാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോമിറ്റാണ് അല്ലേ. നമ്മൾ ഓരോ പാക്കേജിൽ നമുക്ക് ഓരോ ഫീച്ചേഴ്സ് കാണാം. അപ്പോൾ അതേപോലെ ചില ഫീച്ചേഴ്സുകൾ അല്ലെങ്കിൽ ഞങ്ങൾ സവിശേഷതകളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പോസ്റ്റർ കാണുന്നു. വക്കാലത്തുൽ ഹിദമാത്തിൽ സഫരി വസിഹായ, വിനോദസഞ്ചാരത്തിൻ്റെ ഒരു ഹിദമാത്ത്, ഒരു ഖാദിമീങ്ങൾ, അതായത് അതാണ് അവരുടെ ഓഫീസിൻ്റെ പേര് അല്ലെങ്കിൽ ആ പോസ്റ്ററിൻ്റെ ഹെഡിങ്. ആരാണ്? ഷാരിഖ് മുനീർക്കയാണ് അദ്ദേഹം
അദ്ദേഹം ഈ ഒരു ഇതിൻ്റെ ആൾ, ഈ ഒരു പാക്കേജിൻ്റെ മെയിൻ ആൾ ആരാണ്? മുനീർക്കായാണ് ന്യൂഡൽഹിയിലുള്ള. അപ്പോൾ ന്യൂഡൽഹിയിലാണ് ഈ സംഭവം അദ്ദേഹം കാണുന്നത്. സാഫിർ മഅന ഇല കാശ്മീർ, ഞങ്ങളുടെ കൂടെ എവിടേക്ക്? കശ്മീരിലേക്ക് യാത്ര പോരൂ എന്നാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു പോസ്റ്ററിലുള്ളത്. ഹിദ്മാത്തുന, ഞങ്ങളുടെ സേവനങ്ങൾ അല്ലേ. അപ്പോൾ നമ്മൾ പറയും എന്ത്, നമ്മളും കാണലുണ്ട് ഞങ്ങളുടെ സവിശേഷതകളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കും. അതിൽ കൊടുത്തൊരു കാര്യമാണ് എന്ത്? ഇസ്തിഖ്ലാൽ മിനൽ മത്താരി വ തൗദീഹ്, അതായത് നമ്മുടെ എയർപോർട്ടിൽ നിന്നുള്ള എന്ത് പിക്കപ്പ് അതുപോലെ തന്നെ ഡ്രോപ്പ് ഓഫ്. അപ്പോൾ എന്ത് ചെയ്തോളും, നമ്മുടെ പാക്കേജിൻ്റെ ടീം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? നമ്മൾ എയർപോർട്ടിലേക്ക് വന്ന് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ട്രെയിനിൽ പോവുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടിട്ട് നമ്മുടെ റൂം അവിടെ നിന്ന് തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ട് റിട്ടേൺ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ റിട്ടേൺ നമ്മളെ എയർപോർട്ടിലേക്കോ എത്തിക്കുന്ന ഒരു പാക്കേജാണ്. അപ്പോൾ ഈ ഒരു പാക്കേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ പിക്കപ്പ് ചെയ്യും ഇവിടെ നിന്ന്, എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ ആ വരുന്ന അറബി ടീമിനെ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്യും, അവിടെ തന്നെ കൊണ്ടുപോയി ഇറക്കി കൊടുക്കും. അത് അവരുടെ ഒരു സവിശേഷതയാണ്. സോറി, ഒരു കാര്യം വിട്ടുപോയി. അർബഅ ലയാലിം വ ഹംസ അയ്യാമിൻ, അതായത് 4 രാത്രിയും 5 പകലുമാണ് അവരുടെ പാക്കേജിൻ്റെ ദിവസം. അപ്പോൾ ഒരു മാസമൊക്കെ പാക്കേജ് എടുക്കാം, 5 ദിവസം എടുക്കാം, 2 ദിവസം എടുക്കാം, ഒക്കെ ഓരോ ഇഷ്ടമാണ്. പക്ഷേ കാശ്മീരിലേക്കുള്ള ഇവരുടെ പാക്കേജ് എന്ന് വെച്ചാൽ 4 രാത്രിയും അതുപോലെ തന്നെ 5 പകലും. അപ്പോൾ 5ാമത്തെ പകലിൻ്റെ അന്ന് ഈവനിങ് എന്ത് ചെയ്യും? അവരെ എവിടെ കൊണ്ടുപോയി ഇറക്കി കൊടുക്കും? എയർപോർട്ടിൽ കൊണ്ടുപോയി ഇറക്കി കൊടുക്കും. അപ്പോൾ ഇസ്തിഖ്ബാൽ മിനൽ മത്താരി വ തൗദീഹ്, അതായത് ഡ്രോപ്പ് ഓഫും അതുപോലെ തന്നെ പിക്കപ്പുമുള്ള സൗകര്യം നമ്മളുടെ പാക്കേജിലുണ്ട്. അതുപോലെ തന്നെ ഇഖാമത്തു ഫിൽ മുൻതജഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ സൗകര്യമുള്ള ഒരു റിസോർട്ടിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ റിസോർട്ടിൽ അവർക്ക് എന്തുണ്ടാവും? സ്റ്റേ ഉണ്ടാകും. അപ്പോൾ വളരെ ആഡംബരമായിട്ടുള്ള റിസോർട്ടിലായിരിക്കും അവരുടെ സ്റ്റേ എന്നുള്ളത്. അതും ഈ ഒരു പാക്കേജിൻ്റെ പ്രത്യേകതയാണ്. അടുത്ത് നോക്കൂ, തനക്കുലാത്തും സയ്യാറത്ത് വസായിക്കിൻ ഹാസിൻ, പ്രത്യേക ഡ്രൈവർ നിങ്ങൾക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രത്യേക ഒരു കാറും ഉണ്ടാകും. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും 5 ആളാണെന്ന് വിചാരിച്ചോളൂ, ആ 5 ആളുകൾക്ക് പ്രത്യേക കാറുണ്ടാകും. അതുപോലെ തന്നെ പ്രത്യേകമായിട്ടൊരു ഡ്രൈവറും അവർക്ക് ഉണ്ടാകും. അവരെപ്പം വിളിച്ചാലും അല്ലെങ്കിൽ എവിടേക്ക് പോകണമെങ്കിലും കൃത്യമായിട്ട് പറഞ്ഞയക്കാൻ ഒരു ഡ്രൈവർ, ഒരു കാറ് അവർക്ക് ഉണ്ടാകും. അതും ഈ ഒരു പാക്കേജിൻ്റെ പ്രത്യേകതയാണ്. അടുത്ത് നോക്കൂ, അൽ ഫത്തൂർ മിൻ ജമീഇൽ ഫനാദീഖ് വൽ മുത്തനാജിഹാത്ത്, റെസ്റ്റോറൻറ്റിൽ എല്ലാ ദിവസവും റിസോർട്ടിൽ എന്തുണ്ടാവും? ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കും? ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും, ഫ്രീ ആയിരിക്കും. അതായത് ഫ്രീ എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തിട്ട് കഴിക്കാം. മറ്റു ലഞ്ച് അതുപോലെ തന്നെ ഡിന്നർ എന്തില്ല, ഇവിടെ ഇല്ല. ലഞ്ച് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചോളാം, നമ്മളെ പൈസ കൊടുത്തോളാം. പക്ഷേ ഈ ഒരു പൈസയിൽ എന്താവില്ല, അത് ഉൾക്കൊള്ളൂല. അടുത്ത് നോക്കൂ, കാമിൽ ലൊറാഹിബ്, ഓൾ ടാക്സസ്, അതായത് എല്ലാ ടാക്സും ഇതിൽ പെട്ട് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ആവട്ടെ മറ്റെന്ത് കാര്യങ്ങളായാലും ഇവർ നോക്കിക്കോളും. പിന്നെ നമ്മളൊന്നും എന്ത് ചെയ്യണ്ട, ഒന്നും കൊടുക്കണ്ട. അതുപോലെ തന്നെ അൽ ജൗലാത്തു സിയായിയത്തു ഫി ജമീൽ മനാത്തിക്ക്, എല്ലാ സ്ഥലങ്ങളും എന്ത് ചെയ്യും? നമ്മളെ കാണിക്കും. അപ്പോൾ കാശ്മീരിലുള്ള എല്ലാ സ്ഥലവും നമ്മൾ എന്ത് ചെയ്യും? കാണിക്കും. കാരണം എന്താ? സാഫിർ മഅനയിലെ കാശ്മീരിലേക്കാണ് ഇവരുടെ പാക്കേജ്. അപ്പം പറയുന്നു എന്ത്? കാശ്മീരിലുള്ള എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഞങ്ങൾ നിങ്ങളെ കാണിച്ചോളും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്താണ്? തൗഫീറുൽ മുർഷിദു സിയായി ഫി ജമീഇൽ വിജ്ഹാത്തി സിയായിയ, അതായത് യാത്രയിലുള്ള എല്ലാ സ്ഥലങ്ങളും ഒരു സ്പെഷ്യൽ ഗൈഡ് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ ഗൈഡിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ ആദ്യമായിട്ടൊരു സ്ഥലത്ത് പോവുകയാണ്, അപ്പോൾ ആദ്യമായിട്ടൊരു രാജ്യം കാണാൻ അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു സംസ്ഥാനം അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു സ്ഥലം കാണാൻ നമ്മൾ പോകുമ്പോൾ നമുക്ക് പല ഡൗട്ടുകൾ ഉണ്ടാകും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആര് ചെയ്യും, എന്ത് ചെയ്യും, ഇങ്ങനെ പല ഡൗട്ടുകളുണ്ടാവും. പാക്കേജ് എടുത്ത് പോകുമ്പോഴോ എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കോളും. ആ പാക്കേജിൽ ഒരു ഗൈഡും കൂടെ ഉണ്ട്. ഗൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എല്ലാ നിർദ്ദേശങ്ങളും തരുന്ന ഒരാൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായി. കാരണം എന്താ? മറ്റൊന്നും നമ്മൾ ആലോചിക്കേണ്ടതില്ല. ഈ സ്ഥലത്തിന് നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഡൽഹിയിലെത്തി, നമ്മൾ ജമാ മസ്ജിദിലേക്ക് പോയപ്പോൾ ആ ജമാ മസ്ജിദിൻ്റെ ചരിത്രം മുഴുവൻ ആ ഗൈഡ് പറഞ്ഞു തരുന്നു. പ്രത്യേകിച്ച് ഈ അറബി ആയതുകൊണ്ട്, ഇത് കുവൈത്തിക്കാരനാണ്, അദ്ദേഹം ഒരു അറബിയാണ്, അദ്ദേഹത്തിന് മര്യാദയ്ക്ക് മലയാളം അറിയോ. നമുക്കാണെങ്കിൽ അവിടെ പോയിട്ട് ബാക്കിയുള്ളവരോടൊക്കെ ഇങ്ങനെ തപ്പിപ്പിടിച്ച് സംസാരിക്കുകയും ചെയ്യാം. പക്ഷേ ഇദ്ദേഹത്തിന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഗൈഡിൻ്റെ ആവശ്യമുണ്ട് അല്ലേ? കാരണം ജമാ മസ്ജിദ്, താജ്മഹലിൽ പോയാലും അതിൻ്റെ ചരിത്രം കിട്ടണമെങ്കിൽ ആ ചരിത്രത്തെക്കുറിച്ച് അറിയുന്ന ഒരാൾ വേണ്ടേ നമ്മുടെ കൂടെ. അപ്പോൾ ആ ഒരു ഗൈഡിൻ്റെ സൗകര്യവും ഇവരുടെ പാക്കേജിലുണ്ട്. ഇവിടെ നോക്കൂ, അൽ ബാലിഗ്, മുതിർന്ന ആളുകൾക്ക് ഇവർ പൈസ പറയുന്നത് എത്രയാണോ? ഹിന്ദി റുപ്പി എത്ര എന്നറിയോ? 25,000 രൂപയുടെ പാക്കേജാണ്. അപ്പോൾ 25,000 രൂപയുടെ പാക്കേജ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പാക്കേജ് ആയിരിക്കും. അതുപോലെ തന്നെ തിഫ്ല്, കുട്ടികൾക്ക് എത്ര രൂപയാണെന്നറിയോ? റൂബിയ അൽ ഇന്ത്യ
10,000 രൂപ. അപ്പം 10,000 രൂപ ചെറിയ കുട്ടികൾക്കും 25,000 രൂപ ആർക്കുമാണ്? നമ്മുടെ മുതിർന്ന ആളുകൾക്കുമാണ് ഇവരുടെ പാക്കേജിൽ കൊടുക്കുന്നത്. ഇനി നോക്കൂ, ലി മസീദി മിൻ തഫാസീൽ. അപ്പോൾ ഏറ്റവും അവസാനം കൊടുക്കുകയാണ് എന്ത്? ലി മസീദി മിൻ തഫാസീൽ, ഫോർ മോർ കോൺടാക്ട്സ് അല്ലേ. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വാട്സപ്പ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ബ്രോഷർ എന്താണ്? അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അവരെ കോൺടാക്റ്റ് ചെയ്യുന്നു. അദ്ദേഹം അവരിൽ നിന്ന് ഒരു ഗൈഡിനെ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ആ ഗൈഡിനെ കണക്ട് ചെയ്യുന്നു. ശേഷം നടക്കുന്നു, നോക്കൂ മക്കളെ, വസല ആദിൽ ഇലൽ ഫുന്ദൂഖി ലിസ്തിഖബാലി അബ്ദുസ്സലാം. അപ്പോൾ നമ്മളെ അബ്ദുല്ലാ സലാമിനെ സാലിമിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദിൽ അവിടെ എത്തിച്ചേരുകയാണ്. അപ്പോൾ ആരെ ഈ ആദിൽ എന്ന് പറഞ്ഞാൽ ആ ഗൈഡ്, ആ യാത്രയിലെ അവരുടെ സഹായിയായിട്ടുള്ള ഗൈഡാണ് ആര്? ആദിൽ അവരുടെ അടുത്തേക്ക് എത്തുന്നു. എന്നിട്ട് ഫദാറ ബൈനഹുമായി വാറ്. അപ്പോൾ അവർക്കിടയിൽ എന്താണ്? ഒരു സംഭാഷണം നടക്കുകയാണ്. ആദിൽ പറയും, ഒരാളെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, സലാം പറയുന്നു അല്ലേ, നിങ്ങളുടെ മേലിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ. അപ്പോൾ അബ്ദുല്ലാ സാലിം പറയുന്നു, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, മാ ഇസ്മുക അൻത. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ആദിലും അതുപോലെ തന്നെ നമ്മൾ അബ്ദുള്ളയും കണ്ടുമുട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വഅലൈക്കും അസ്സലാം എന്ന് പറയുന്നു. എൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആദിൽ പറയാണ്, അന ആദിൽ, എൻ്റെ പേരെന്താണ്? ആദിലാണ്. മുർഷിദു സിയായി റസ്മി മിൻ വിലായത്തിൽ ഇഹ്തുമാത്തിൽ സഫറി വസിയാത്തിൽ ന്യൂഡൽഹി. അപ്പോൾ ഈ ന്യൂഡൽഹിയിലുള്ള അതുപോലെ തന്നെ കാശ്മീരിലുള്ള നിങ്ങളുടെ യാത്രയുടെ ആരാണ്? സ്പെഷ്യൽ ഒരു ഗൈഡാണ് ഞാൻ അല്ലേ. അപ്പോൾ സ്പെഷ്യൽ ഗൈഡാണ് ആര്? ഞാനെന്ന് അദ്ദേഹം ആദിൽ എന്ത് ചെയ്യുന്നു? സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുന്നു. മക്കളെ മനസ്സിലായോ? അപ്പോൾ ഒഫീഷ്യൽ ഗൈഡിനാണ് എന്തെന്ന് പറയുക? മുർഷിദു സിയാസി. അപ്പോൾ മുർഷിദു സിയായി എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ഗൈഡാണ് ഞാൻ. എന്തിന്? നിങ്ങളുടെ യാത്രയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒഫീഷ്യൽ ഗൈഡാണ് ഞാൻ. അപ്പോൾ അബ്ദുല്ലാ സാലിം പറയുന്നു, യാ ആദിൽ മത്താസന വജ്ജഹു ഇലൽ കാശ്മീർ, നമ്മൾ എപ്പോഴാണ് കാശ്മീരിലേക്ക് പുറപ്പെടുക എന്ന് നമ്മുടെ ആദിലിനോട് ചോദിക്കുന്നു. അപ്പോൾ ആദിൽ പറയുന്നു, ബഅദ ഖലീൽ, കുറച്ച് നേരമല്ല, നമ്മളിത് അപ്പം പോകും ഇൻഷാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം പോകും. നഹ്നു ഫിൽ ഇൻതിദാർ ചെയ്യാൻ, നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ വാഹനത്തെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെ വാഹനം എപ്പം വരും? നമുക്ക് എന്ത് ചെയ്യുക? ഇപ്പം ഇവിടുന്ന് പോകാം എന്ന് ആദിൽ പറഞ്ഞു കൊടുക്കുന്നു. കൈഫ കാനത്ത് സിയാറത്ത് ഫിൽ മദീനത്തിൽ ഡൽഹി. അപ്പോൾ ആദിൽ ചോദിക്കുകയാണ്, നിങ്ങൾ ഓക്കെ നമ്മൾ കാശ്മീരിൽ പോകാം, നിങ്ങളുടെ ഡൽഹിയിൽ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ ഡൽഹിയിൽ എന്തൊക്കെ കണ്ടു? നിങ്ങളുടെ ഡൽഹിയിലുള്ള ആ ഒരു സന്ദർശനത്തിൻ്റെ ഒരു ആകത്തുക എന്താണെന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് നമ്മൾ അബ്ദുല്ലാ സാലിം പറയുന്നു, അടിപൊളിയാണ് അല്ലേ. അദ്ദേഹം പറയാണ്, റായിയത്തുൻ ജിദ്ദൻ, വളരെയധികം എനിക്ക് സന്തോഷമായി, വളരെ അടിപൊളി സ്ഥലമാണ്. തമത്തൈന കസീറൻ ഫിൽ ആസാരിൽ ഹിന്ദിയ, ഇന്ത്യയുടെ ഈ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ഈ ഒരു ഭംഗി കണ്ടപ്പോൾ എനിക്ക് ഏറെ സമാധാനമായി. യാ ആദിൽ, ഓ ആദിലെ, കൈഫ തസ്തതിയോൻ തഹദ്ദസ് ബിൽ അറബിയത്തി ബിശഖ്ലിൻ ഫസീഹ്. ഇത്ര അപ്പോൾ അദ്ദേഹം എന്തായി? അങ്ങനെ വിശദീകരണം കൊടുത്തു. ഇന്ത്യ വളരെ മനോഹരമാണ്, ഇന്ത്യ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ആദിലിനോട് തിരിച്ച് ചോദിക്കുകയാണ് നമ്മുടെ അബ്ദുള്ള. എന്താ ചോദിക്കുന്നതെന്നറിയോ? കൈഫ തസ്തതിഉ അൻ തതഹദ്ദസ ബിൽ അറബിയ ബിശഖ്ലിൻ ഫസീഹ്. ഇത്ര മനോഹരമായിട്ട് നിനക്ക് എങ്ങനെയാ മോനെ അറബി സംസാരിക്കാൻ കഴിയുന്നത്, അറബി കൈകാര്യം ചെയ്യാൻ കഴിയുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ആദിൽ പറയാണ്, യാ സയ്യിദി, ഓ എൻ്റെ സയ്യിദേ, അന്ന ദാരിസു ഫിസ്സനത്തിൻ നിഹായത്തിൽ ലി മാജിസ്റ്റർ ഫിലോത്തിൽ അറബി വാദാബിഹ. ഞാൻ എന്താണ്? അറബി ഭാഷയിൽ എന്ത് ചെയ്യുന്നുണ്ട്? MA ചെയ്യുന്നുണ്ട് അല്ലേ. മാജിസ്റ്റർ എന്ന് പറഞ്ഞാൽ MAക്കാണ് മാജിസ്റ്റർ എന്ന് പറയുക. ഫിസനത്തി നിഹായി എന്ന് പറഞ്ഞാൽ അവസാന കൊല്ലക്കാരനാണ്. എവിടെ? ഫി മാജിസ്റ്റർ ഫിലോത്തിൽ അറബിയ വാദാബിഹ. അപ്പോൾ സാഹിത്യ അറബിയിൽ ഞാൻ എന്താണ്? MA ചെയ്യുന്നുണ്ട്. എവിടെയാണ് ചെയ്യുന്നത്? ബിജാമിയത്ത് ജവഹർലാൽ നെഹ്റു ന്യൂഡൽഹി. അപ്പോൾ ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു കോളേജിൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? മാജിസ്റ്റർ, അതായത് MA ചെയ്യുന്നുണ്ട് അറബിയിൽ. അപ്പോൾ അറബിയിൽ MA ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ നല്ല ഫ്ലുവൻ്റായിട്ട് അറബി സംസാരിക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ ആദിൽ പറയുന്നു. അപ്പോൾ അബ്ദുല്ലാ സാലിം തിരിച്ചു പറയുന്നു, മുംതാസ്, അടിപൊളി, എക്സലൻ്റ് അല്ലേ, നീ നല്ല മകനാണ്. മാ റഅയ്തു ത്വാലിബൻ ഹിന്ദി അറബിയ മിസ്ലുക. നിന്നെപ്പോലെ ഒരു അറബി പറയുന്ന ഒരു കുട്ടിയെ ഞാൻ എന്തായിട്ടില്ല, ഒരു ഇന്ത്യൻ കുട്ടിയെ അല്ലേ, ഒരു ഇന്ത്യയിലുള്ള ഒരു കുട്ടിയെ ഞാൻ ഇതിൻ്റെ മുന്നേ കണ്ടിട്ടേ ഇല്ല. നീ അത്രയും അടിപൊളിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അറബി സംസാരിക്കുന്നുണ്ട്. മത്താബദഅത്ത് തഅലമുൽ അറബിയ, നീ എപ്പോഴാണ് അറബി ഭാഷ സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്? ഓക്കെ, നീ ഇപ്പോൾ MA ചെയ്യുന്നുണ്ട്, അതായത് JNU കോളേജിലെ JNU ജവഹർലാൽ നെഹ്റു കോളേജ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഡൽഹിയിലുള്ള ജവഹർലാൽ നെഹ്റു
നെഹ്റു കോളേജിൽ നീ അറബി പഠിക്കുന്നുണ്ട്, എങ്കിലും നീ എപ്പോഴാണ് നിൻ്റെ അറബി പഠനത്തെ സ്റ്റാർട്ട് ചെയ്തത്? അപ്പം നമ്മൾ ആദിൽ തിരിച്ച് പറയുന്നു, ബദഅതു തഅല്ലുമൽ ലുഗത്തുൽ അറബിയ്യ മുൻദു തുഫൂലത്തി ഫി വിലായത്തിൽ കേരള. ഞാൻ കേരളത്തിലായിരിക്കെ തന്നെ മുൻദു തുഫൂലത്തി, എൻ്റെ ചെറിയ പ്രായം അല്ലേ, മുൻദു തുഫൂലത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ അറബി ഭാഷ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അറബി ഭാഷയോടുള്ള എൻ്റെ സ്നേഹം അല്ലെങ്കിൽ എൻ്റെ ആ ഒരു പഠനത്തിൻ്റെ രീതി അത് ചെറിയ വയസ്സിൽ തന്നെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അബ്ദുള്ള സാലിം പറയുന്നു, മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീ സഈക, അള്ളാഹു നിനക്ക് എന്ത് ചെയ്യട്ടെ, ബറക്കത്ത് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്, അടിപൊളി അല്ലേ, ഉഷാർ എന്നെന്ത് ചെയ്യുന്നു, പറഞ്ഞു വെക്കുന്നു. ശേഷം നോക്കൂ മക്കളെ, ഇവിടെ 2 ചോദ്യങ്ങളുണ്ട്. ഇല ഐന യതജവു സായുൽ കുവൈത്തി, നമ്മുടെ യാത്രക്കാരനായിട്ടുള്ള കുവൈത്തി യാത്രക്കാരനായി എവിടേക്കാണ് യാത്ര പോകുന്നത്? എവിടേക്കായിരുന്നു? ഇൽ കശ്മീർ, അദ്ദേഹം കശ്മീരിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? സാഫറ അസാഹിൽ കുവൈത്തി ഇല കശ്മീർ എന്ന് ആൻസർ എഴുതിയാൽ മതി. അടുത്ത് നോക്കൂ, മാതാ എൻതിൽറു ആദിൽ വസായിൽ കുവൈത്തി, നമ്മളെ കുവൈത്തിലുള്ള യാത്രക്കാരനും അതുപോലെ തന്നെ ആദിലും എന്തിനെയാണ് കാത്തു നിൽക്കുന്നത്? ഇൻതിലാറ് സെയ്യാറ അല്ലേ, അവരുടെ വാഹനം എത്താൻ വേണ്ടിയിട്ടാണ് അവർ കാത്തിരിക്കുന്നത്. ആ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് എന്ത് ചെയ്യുക മക്കളെ, മനസ്സിലാക്കി വെച്ചോളുക. ഓക്കെ അല്ലേ? അടുത്തത് നോക്കൂ മക്കളെ, ജാഅത്തി സെയ്യാറത്തു വ ശറഅത്തി റിഹില, അപ്പോൾ അവരിങ്ങനെ വാഹനത്തെ കാത്തു നിന്നു, അവസാനം വാഹനം എത്തി, അവരുടെ യാത്ര അവരെന്ത് ചെയ്തു? ആരംഭിച്ചു, തുടങ്ങി. ബഅദ റിഹ്ലത്തി ത്വവീല വസുലു ഇല കാശ്മീർ, ഒരുപാട് സമയങ്ങൾക്ക് ശേഷം അവരെവിടെ എത്തിച്ചേർന്നു? കശ്മീർ എന്ന് പറയുന്ന സുന്ദരമായ സ്ഥലത്ത് അവരെന്ത് ചെയ്യുന്നതാണ്? എത്തിച്ചേരുകയാണ്. ഇത്രയുമാണ് ഈ ഒരു പാഠത്തിലൂടെ പഠിക്കാനുള്ളത്. ഇതിലൊരു ആക്ടിവിറ്റി ഉണ്ട്, നുറാജു ഉന്നസ വനുക്കിമിലു. നമുക്ക് പാഠം വായിച്ചിട്ട് എന്ത് ചെയ്യാം? ഇതിൽ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, അത് പൂരിപ്പിക്കാം. അത് എന്തിൻ്റെ സഹായത്തോടെയാണ്? പാഠഭാഗത്തിൻ്റെ സഹായത്തോടെയാണ് പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ആദിലുൻ ദാരിസുൻ മാജസ്റ്റർ ഫീൽ ഒത്തിൽ അറബിയ വാദാബിയ ബിജാമിയ. അപ്പോൾ നമ്മൾ ആദിൽ എന്ന് പറഞ്ഞാൽ MA ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ്. എവിടെയാണ്? ബിജാമിയത്തിൻ ജവഹർലാൽ നെഹ്റു അല്ലേ, ജവഹർലാൽ നെഹ്റു കോളേജിലാണ് എന്ന് എഴുതി കൊടുക്കാം. അതുപോലെ തന്നെ ഹുവ, അവൻ യതഹദ്ദസു, അവൻ സംസാരിക്കുന്നു. എന്ത് സംസാരിക്കുന്നു? അല്ലുഅത്തുൽ അറബിയ, അറബി ഭാഷയാണ് അവൻ സംസാരിക്കുന്നത്, ചെയ്യുന്നത് വളരെ മനോഹരമായിട്ട്. അതിനുശേഷം നോക്കൂ മക്കളെ, ബദഅ യതഅല്ലമുഹ മുൻദു, ബദഅ അവൻ തുടങ്ങി, യതഅല്ലമുഹ അവൻ്റെ പഠനം, അപ്പോൾ അറബി ഭാഷയോടുള്ള അവൻ്റെ പഠനം അവൻ തുടങ്ങി. മുൻദു തുഫൂലത്തിഹി, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അല്ലേ, മുൻദു തുഫൂലത്തിഹി യഅമലു, അവൻ വർക്ക് ചെയ്യുന്നു. കമുർഷിദ് സിയായി, ഒരു പ്രൊഫഷണൽ ഗൈഡായിട്ട് അവൻ വർക്ക് ചെയ്യുന്നു. ലി വക്കാലത്തിൽ ഹിദ്മാത്തിൽ സഫരി വസിയായ, അവൻ എവിടെയാണ്, ഏത് ഓഫീസിലാണ് ചെയ്യുന്നത്? അല്ലെ ഹിദ്മാത്തിൽ സഫരി വസിയായ, നമ്മുടെ ട്രാവൽ ഏജൻസിയുടെ ഒരു ഓഫീസിൽ അവൻ വർക്ക് ചെയ്യുന്നു. ന്യൂഡൽഹിയിലുള്ള ഒരു ഓഫീസിൽ അവൻ വളരെ മനോഹരമായിട്ട് ഒരു ഗൈഡായിട്ട് അവൻ വർക്ക് ചെയ്യുന്നു. ഇത്ര കാര്യം ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നുള്ളൂ. അപ്പോൾ 2ാമത്തെ ചാപ്റ്ററും എന്തായി മക്കളെ? സെറ്റായി. 8ാം ക്ലാസ്സുകാരെ, നിങ്ങൾക്ക് 5ാമത്തെ യൂണിറ്റിലുള്ള 1ാമത്തെ ചാപ്റ്ററും 2ാമത്തെ ചാപ്റ്ററും അടിപൊളിയായിട്ട് മനസ്സിലായിട്ടെന്ന് സാറ് വിശ്വസിക്കുന്നു. കാരണം വളരെ സിമ്പിൾ ചാപ്റ്ററുകളാണ് രണ്ടും പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നമ്മൾ പറഞ്ഞൊരു ചെറിയൊരു സംഭാഷണമാണ്. ആ സംഭാഷണത്തിൽ നമ്മൾ പറഞ്ഞു, ഒരു കുവൈറ്റിക്കാരനായിട്ടുള്ള ഒരു ഗൾഫുകാരൻ അല്ലേ, ഒരു അറബി എവിടേക്ക് വരുന്നു? നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിലേക്ക് എന്തിനാണ് അദ്ദേഹം വരുന്നത്? ഇന്ത്യയുടെ പൈതൃകത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ ഒരുപാട് സാംസ്കാരിക, ഒരുപാട് ചരിത്ര സംഭവമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ. ആ ഇന്ത്യയിലെ ന്യൂഡൽഹിയിലുള്ള ജമാ മസ്ജിദ് കാണാൻ, അതുപോലെ തന്നെ ഹുമയൂൺ ടോം കാണാൻ, അതുപോലെ തന്നെ ലോട്ടസ് ടെമ്പിൾ കാണാൻ, ചെങ്കോട്ട കാണാൻ തുടങ്ങിയിട്ടുള്ള കുത്തുബ് മിനാർ കാണാനൊക്കെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇതോടുകൂടെ ഈ 2ാമത്തെ ചാപ്റ്ററിന് ഇവിടെ കൈയാണ്. അതിനുശേഷം നമ്മൾ അവനെക്കുറിച്ച് അല്ലേ, അതായത് നമ്മൾ ആദിലിനെ കുറിച്ച് നമ്മൾ ചെറിയൊരു വിശദീകരണം എന്തായി പൂരിപ്പിച്ച് കൊടുത്തു. എന്തിൻ്റെ സഹായത്താൽ? നമ്മുടെ ടെസ്റ്റിൻ്റെ സഹായത്താൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാനുള്ളത്. ഇതും നിങ്ങൾ സെറ്റായിട്ട് എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന ആനുവൽ എക്സാമിൽ, കൊല്ല പരീക്ഷയിൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല മാർക്ക് വാങ്ങി എവിടേക്ക് എത്താം? 9ാം ക്ലാസ്സിലേക്ക് എത്താം. 9 കഴിഞ്ഞ് 10 എത്തണം, 10 കഴിഞ്ഞ് +1 എത്തണം, +2 അല്ലേ, എങ്ങനെ വിശാലമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കടന്നു പോകണം. അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തിലും മാർക്ക് കുറഞ്ഞു പോകരുത്. നമ്മൾ അറബി എന്നല്ല, മറ്റൊരു വിഷയത്തിലും മാർക്ക് കുറയരുത്. അതുകൊണ്ട് തന്നെ ഉഷാറായിട്ട് വളരെ നേരത്തെ പഠിച്ചു തുടങ്ങാം. നേരത്തെ കുറച്ച് പഠിച്ചാൽ മനോഹരമായിട്ട് എക്സാമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പൂർണ്ണമായിട്ട് പഠിച്ച് കഴിയാം. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ക്ലാസ് കേൾക്കുക. കേട്ടതിന് ശേഷം എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ ക്ലാസ്
ക്ലാസ്സിൻ്റെ അഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം. നല്ലതാണെങ്കിലും നല്ലതല്ലാത്തതൊക്കെ നിങ്ങൾക്ക് പറയാം. കാരണം നമുക്ക് എന്ത് ചെയ്യണം, ക്ലാസ് എങ്ങനെയാണ് മാറ്റപ്പെടുത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ സീ യു സൂൺ മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, ബൈ, ജസാക്കുമുല്ലാഹ് ഖൈറൻ, ശുക്രൻ ലക്കും യാ തുല്ലാബ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.